നമസ്കാരം. ഗാനസാധന സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന ചാനലിലേക്ക് വീണ്ടും ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്ന മലകരി രാഗത്തിലുള്ള ആ ഗീതത്തിൻ്റെ ബാക്കി നമുക്കിന്ന് പഠിക്കാം. അതിൻ്റെ ഫസ്റ്റ് ചാൻസാണ് ഞാൻ അന്ന് ക്ലാസ്സായിട്ട് ഇട്ടിരുന്നത്. നിങ്ങളത് നന്നായിട്ട് വായിച്ച് പഠിച്ച് നല്ല ഫിംഗറിങ് ഒക്കെ ആക്കി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ സാഹിത്യത്തിൻ്റെ സെക്കൻഡ് ചാൻസും തേർഡ് ചാൻസും ഉണ്ട്, 2 ചാൻസ്. പക്ഷേ നമുക്ക് അതിൻ്റെ പല്ലവിയുടെ മോഡൽ തന്നെയാണ്. കാരണം ഇത് നിങ്ങൾ പഠിച്ചു വരുന്നില്ലുള്ളൂ. അപ്പം എങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ഗീതം തന്നെ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം സാഹിത്യത്തിന് മാറ്റമുണ്ട്, പക്ഷേ അതിൻ്റെ പല്ലവിയുടെ സ്വരങ്ങൾക്ക് മാറ്റം ഇല്ല. അപ്പോൾ നമുക്ക് അതൊന്ന് ഒന്നുകൂടെ വായിച്ച് നോക്കാം. അപ്പോൾ സാഹിത്യം മാറി നമുക്ക് പാടി നോക്കാം. അപ്പം നമ്മൾ ആദ്യം പഠിച്ചത് മലകരി രാഗം. മലകരി രാഗം നിങ്ങൾക്ക് വായിക്കാൻ അറിയാമല്ലോ. സരി മ പ ധ സ സ ധ പ മ ഗ രി സ. സരി മ പ ധ സ സ ധ പ മ ഗ രി സ. ഇതാണ് രൂപതാളത്തിലാണ്, അറിയാമല്ലോ. രൂപങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതൊന്ന് വായിക്കാം. മ പ ഈ ഫിംഗർ ആയതുകൊണ്ട് മ പ ധ സ സ രി രി സ ധ പ മ പ രി മ പ ധ ധ പ മ ഗ രി സ സ രി മ ഗ രി സ രി ഗ രി സ രി. അപ്പം ഇങ്ങനെയുള്ള ഫിംഗറിങ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള ഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടാവുമല്ലോ. റേ മ പ ധ മ പ ധ പ. അപ്പം റേ മ പ ധ മ പ ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ ഈ ഓപ്ഷൻ നിങ്ങൾ ഇപ്പോൾ സ്വീകരിക്കേണ്ട. നിങ്ങൾ ഈ രീതിയിൽ തന്നെ ഫിംഗറിങ് ചേഞ്ച് ചെയ്ത് പഠിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് നന്നായിട്ട് ബാലൻസ് ആയി കഴിയുമ്പോൾ നിങ്ങൾ ഈ ഓപ്ഷനൊക്കെ നിങ്ങൾ എടുത്തോളൂ. റേ മ പ ധ മ പ ധ പ മ ഗ രി സ സ രി മ ഗ രി സ രി ഗ രി സ. ഇത്രയേ ഉള്ളൂ എൻ്റെ നൊട്ടേഷൻ. ഇനി നമുക്ക് ഈ സാഹിത്യം എങ്ങനെ പാടും. ഈ സാഹിത്യം നമ്മൾ പാടുന്നത് ഈ സ്വരം പോലെ അങ്ങ് വായിച്ചാൽ മതി. അപ്പോൾ ഈ സ്വരത്തിൽ ആ സാഹിത്യം കയറി വരും. അപ്പം ശ്രീ കണ്ടോ മ പ ധ ശ്രീ ഗണനാഥ കണ്ടോ ശ്രീ ഗണനാഥ സ സ രി നാഥ കണ്ടോ രി സ ധ പ മ പ സിന്ദൂര വർണ്ണ രി മ പ ധ മ പ കരുണ സാഗര ധ പ മ ഗ രി സ കരിവദന സ രി മ ഗ രി സ രി ഗ രി സ ലംബോദര ലഘുമികര അംബാസുത അമര വിനോദ. അതിൻ്റെ നോട്ട് രി മ പ ധ മ പ ധ പ മ ഗ രി സ അംബാസുത അമര വിനോദ ലംബോദര ലഘുമികര. അടുത്തത്
സാഹിത്യം മാറുക. ശ്രീഗണ ഇത് തന്നെ പകരം സിദ്ധചാരണ ഉണ്ടോ, ശ്രീഗണനാഥ. അതുപോലെ തന്നെ സിദ്ധചാരണ ഗണസേവിത. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ആദ്യം പോലെ തന്നെയാണ്. സിദ്ധിവിനായക തേ നമോ നമോ ലംബോദര ലഘുവികര അംബാസുത അമര വിനോദ ലംബോദര ലഘുവികര. അടുത്തത് സിദ്ധചരണ നമ്മൾ വായിച്ചത്. ഇനി സകല ശ്രീഗണനാഥ. അതുപോലെ തന്നെ സകല വിദ്യ ആദി പൂജിത സർവോത്തമ തേ നമോ നമോ ലംബോദര ലഘുവികര അംബാസുത ധാമദ വിനോദ ലംബോദര ലഘുവികര. ഇനി നമുക്ക് സ്പീഡ് കൂട്ടി വായിക്കാം കേട്ടോ. ശ്രീഗണനാഥ സിന്ദൂരവർണ്ണ കരുണസാഗര കരിവദന ലംബോദര ലഘുവികര അംബാസുത അമര വിനോദ ലംബോദര ലഘുവികര സിദ്ധചാരണ ഗണസേവിത സിദ്ധിവിനായക ഹേ നമോ നമോ ലംബോദര ലഘുവികര അംബാസുത അമര വിനോദ ലംബോദര ലഘുവികര സകല വിദ്യാദി പൂജിത സർവോത്തമ ഹേ നമോ നമോ ലംബോദര ലഘുവികര അംബാസുത അമര വിനോദ ലംബോദര ലഘുവികര ശ്രീഗണനാഥ. അപ്പം നിങ്ങൾക്ക് ഇത്രയും ഭാഗം നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് പഠിക്കത്തക്ക രീതിയിലാണ് ഞാൻ ക്ലാസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് വായിച്ച് നിങ്ങൾക്ക് ഫിംഗറിങ് വരുന്നിടം വരെ നിങ്ങൾ നന്നായിട്ട് വായിച്ച് ശീലിക്കുക. ഞാനിതിൻ്റെ ബാക്കി സാഹിത്യം ഞാൻ സ്ക്രീനിൽ എഴുതുന്നുണ്ട്. നിങ്ങളത് എഴുതിയെടുത്ത് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ നേരിട്ട് വിളിക്കാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തണമെന്നില്ല. നേരിട്ട് വിളിക്കുകയാണെങ്കിൽ അന്നേരം തന്നെ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് സകലവിധ സംശയങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത ആഴ്ച നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.